ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അനൂപ് അർച്ചനെ തിരക്കി നടക്കുന്നതാണ്. ഒടുവിൽ അർച്ചന കയറിയ ആ ഓട്ടോക്കാരനെ തന്നെ അനൂപ് കാണുകയും അയാളോട് ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനൊരാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ലെന്ന് പറഞ്ഞ് അയാൾ അനൂപിന് ഫോൺ തിരിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം അയാൾ ആരെയോ ഫോൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അക്ക, നല്ലൊരു കോളൊത്ത് വന്നിട്ടുണ്ട്, വൈകുന്നേരം ഞാൻ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് അയാളെ കോള് കട്ട് ചെയ്യുമ്പോൾ അർച്ചന ഓട്ടോക്കാരനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സേതുവിനെയാണ്. കമല പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് ആകെ തകർന്നു നിൽക്കുകയാണ് സേതു. പെട്ടെന്ന് തന്നെ സേതുവിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. പെട്ടെന്ന് തന്നെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അർച്ചന മോളെ ഓടിവായെന്ന് സേതു പറയുന്നതാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ സന്ധ്യയും അനഘയും കൂടി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നു. സന്ധ്യ പെട്ടെന്ന് തന്നെ സേതുവിന്റെ പൾസ് നോക്കിയതിനു ശേഷം BP ചെക്ക് ചെയ്യുകയും ഒരു ഗുളിക കൊടുക്കുകയും ചെയ്യുന്നു. എന്താ അച്ഛൻ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. സച്ചി അച്ഛനെ ഒന്ന് മുറിയിലേക്ക് കിടത്തണമെന്ന് സന്ധ്യ പറയുമ്പോൾ സച്ചി സേതുവിൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. തുടർന്ന് സേതു ദേഷ്യത്തോടെ പറയുകയാണ്, നീ എൻ്റെ കയ്യിൽ തൊട്ടുപോകരുത്, നീ ഒരു ചതിയനാണ്, നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, ഇനി ഇവൻ്റെ മുഖം എനിക്ക് കാണണ്ട മോളെ. ഇവനോട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ പറയാനായി സന്ധ്യയോട് പറയുകയാണ് സേതു. തുടർന്ന് അനഘ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും രണ്ടുപേരും ചേർന്ന് സേതുവിനെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നതാണ് കാണിക്കുന്നത്. അച്ഛനെയും കുഞ്ഞും തിരികെ വരുമ്പോൾ മോളെ എന്ന് വിഷമത്തോടെ സേതു ചോദിക്കുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ വരുമെന്ന് പറഞ്ഞ് സേതുവിനെ ആശ്വസിപ്പിക്കുകയാണ് സന്ധ്യ. തുടർന്ന് സച്ചി പുറത്തേക്ക് പോകാൻ ഒരുങ്ങാൻ നേരം സന്ധ്യ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സച്ചി എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാമെന്ന് സച്ചി പറയുന്നു. വേണ്ട, നന്ദേട്ടനും ധനുഷും ഇതിനോടകം തന്നെ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടാകും. പിന്നെ അച്ഛനിപ്പോൾ BP ഷൂട്ടപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, മിക്കവാറും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ആ സമയത്ത് ഇവിടെ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് സച്ചി തൽക്കാലം എവിടേക്കും പോകണ്ടെന്നും ഇവിടെ തന്നെ നിൽക്കാനും പറഞ്ഞുകൊണ്ട് സന്ധ്യ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചനയുടെ ആ ഓട്ടോക്കാരൻ ഭർത്താവുമായിട്ട് പിണങ്ങി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ മനസ്സിലായെന്ന് അർച്ചന ചോദിക്കുന്നു. അത് പിന്നെ എൻ്റെ വീട്ടിലുമുണ്ട് ഇങ്ങനെ ഒരു അനിയത്തി, ഭർത്താവുമായിട്ട് പിണങ്ങുമ്പോൾ കൊച്ചിനെടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരാറുണ്ട്, അതാ ചോദിച്ചത്. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെ നന്ദനെയുമാണ്. അർച്ചനയെ തേടി അലഞ്ഞു നടക്കുന്ന രണ്ടുപേരെയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചനയോട് എവിടേക്കാണ് പോകുന്നതെന്ന് ഓട്ടോക്കാരൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ബസ് സ്റ്റാൻഡിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ വിട്ടാൽ മതിയെന്നും എങ്ങോട്ടെങ്കിലും ഞാൻ പോയിക്കോളാമെന്നും അർച്ചന പറയുന്നു. ഇതുപോലെയുള്ള പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം, ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി അവിടെ നിൽക്കാനും നാളെ നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോകാമെന്നും ഓട്ടോക്കാരൻ പറയുന്നു. കൂടാതെ ആ സ്ഥലത്തുനിന്ന് പെൺകുട്ടികളെ ബോംബെയിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ തന്നെ ജോലിക്കും വിടുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണെങ്കിലും അവിടെ സേഫ് ആയിരിക്കുമെന്നും ഒക്കെ തന്നെ ഓട്ടോക്കാരൻ പറയുമ്പോഴും അർച്ചന അതൊന്നും വേണ്ടെന്നും എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതിയെന്നും തീർത്ത് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും അർച്ചനയെ തിരിഞ്ഞ് നടക്കുന്നതാണ്. കുറേ നേരങ്ങൾക്ക് ശേഷം അനൂപ് തിരികെ സേതുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് കമലയും ആതിരയും ഓടിച്ചെല്ലുന്നു. ഇല്ലമ്മേ, എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു, പക്ഷേ ഒന്നും തന്നെ അറിയാൻ സാധിച്ചില്ല. അനൂപിന് പിന്നാലെ തന്നെ ധനുഷും നന്ദനും വരികയാണ്. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് കമല ചോദിക്കുമ്പോൾ ഒരു വിവരവും കിട്ടിയില്ലെന്നും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെന്നും അവർ എല്ലാ സ്റ്റേഷൻ പരിധിയിലേക്കും ന്യൂസ് വിട്ടിട്ടുണ്ടെന്നും നന്ദൻ പറയുന്നു. അതേസമയമാണ് സച്ചി താഴേക്ക് ഓടി വരുന്നത്. അനൂപേട്ട എന്ന് സച്ചി വിളിക്കുമ്പോൾ സച്ചിയുടെ മുഖമടക്കി ഒന്ന് കൊടുത്തതിന് ശേഷം സച്ചിയുടെ കോളറിൽ പിടിച്ച് ദേഷ്യത്തോടെ അനൂപ് പറയുകയാണ്, എടാ നീ ഒരൊറ്റൊരുത്തനാ ഇതിനെല്ലാം തന്നെ കാരണക്കാരൻ. അനൂപെ, ഇങ്ങനെ തമ്മിൽ തല്ലിയാൽ പരിഹാരമൊന്നും കിട്ടില്ല, ആദ്യം നമുക്ക് അർച്ചനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് നന്ദൻ പറയുന്നു. എന്റെ പെങ്ങൾക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് ദേഷ്യത്തോട് പറയുകയാണ് അനൂപ്. തുടർന്ന് സേതു സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിയാത്ത നീ എന്തിനാടാ ഇനിയും ഇവിടെ നിൽക്കുന്നത്? തുടർന്ന് ആതിരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കമല പറയുകയാണ്, എനിക്കിനി ഇവളെ മാത്രമേ ഉള്ളൂ, നാളെ ഇനി ഇവൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കമലയും അനൂപും. തുടർന്ന് സച്ചി തൻ്റെ മുറിയിലേക്ക് പോകുന്നു. വിഷമത്തോടെ ഇരിക്കുന്ന എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.